അവർക്കൊന്നും എന്നെ പറ്റാതായി. അവള് എന്തൊക്കെയാ എന്നെ പറഞ്ഞ്. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം, ആരെയും ശല്യപ്പെടുത്താൻ വരുന്നില്ല. എൻ്റെ പഴയ പുരയിടത്തിൽ ഞാൻ നിന്നോളാം. ആരുടെ സഹായവും എനിക്ക് വേണ്ട, പാത്രങ്ങളും എല്ലാം എനിക്കുണ്ട്. അമ്മ ഇനിയെങ്കിലും ഒന്ന് കാര്യം മനസ്സിലാക്കി. അമ്മ ചെയ്തത് എന്താണെന്ന് അമ്മക്കറിയോ? 2 കുഞ്ഞുങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അമ്മ അവരെ നോക്കിയോ? ആയിക്കോട്ടെടാ, എനിക്കില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ അവൾ എന്നോട് ദേഷ്യപ്പെട്ടപ്പോ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നെ. എനിക്കതൊന്നും സഹിച്ച് അവിടെ നിൽക്കാൻ വയ്യടാ. അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അമ്മ ഇവിടെ കാണിച്ചു കൂട്ടിയത് വല്ലതും അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിരുന്നെങ്കിലോ? എനിക്ക് വയ്യ എന്ന് ഞാൻ അവളോട് പറഞ്ഞതാടാ. അവരെ നിലത്ത് വെച്ച് പോയത് അവളാടാ, എന്നിട്ട് എന്നെ പറയുന്ന. രേണുക പുറത്ത് പച്ചരി ചിക്കാൻ പോയതല്ലേ അമ്മേ? അമ്മയോടത് അവള് പറഞ്ഞിട്ട് പോയതല്ലേ? അമ്മയ്ക്ക് ഒന്നാ മക്കളെ ശ്രദ്ധിച്ചൂടായിരുന്നോ? മക്കള് മുറ്റത്തെത്തി. അവൾ എന്നെ പറ്റി പറഞ്ഞ കുറ്റങ്ങളെല്ലാം നീ കേട്ടോണ്ട് വന്നിരിക്കുവല്ലേടാ. ആ, നീ പറ, നിനക്കിഷ്ടമുള്ളതുപോലെ പറ. അവള് ചെയ്തത് എന്താണെന്ന് വല്ലോ നിനക്കറിയോ? ഞാനൊന്നും പറയാനില്ല, ഞാനിട്ടും അവളുടെ അടുത്തേക്ക് വരുന്നുമില്ല. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? കഴിഞ്ഞതെല്ലാം ഏതായാലും കഴിഞ്ഞു. അതൊക്കെ ഒന്ന് അമ്മ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. ഓഹോ, എന്തായാലും നിന്റെ പെണ്ണും പിള്ളയുടെ അടുത്തേക്ക് ഇനി ഞാനില്ല. അച്ഛമ്മേ, അച്ഛമ്മേ, അച്ഛമ്മ എന്താ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലോട്ട് പോന്നേ? നിറയെ പാത്രങ്ങളൊക്കെ നിലത്തൊക്കെയുള്ള വീട്ടിലോട്ട് എന്തിനാ അച്ഛമ്മ പോന്നേ? അച്ഛമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ വാ അച്ഛമ്മേ. ഞങ്ങൾക്ക് അച്ഛമ്മ ഇല്ലാതെ പറ്റില്ല. അങ്ങനെയൊക്കെ ഇപ്പം പറയും. ഞാനങ്ങ് വന്ന എന്റെ മേലും എന്റെ തലയിലും കേറി മറിയാനല്ലേ? അതൊക്കെ അച്ഛമ്മയോട് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടല്ലേ. അച്ഛമ്മ ഞങ്ങളുടെ കൂടെ വാ. ഒന്ന് പോക്കൊച്ചേ. കള്ള പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഇവിടെ വന്ന് പറയാ. എന്താ അമ്മ ഇങ്ങനെ? അതൊരു ചെറിയ കൊച്ചല്ലേ? ആ കൊച്ചിനോട് വരെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ അമ്മേ? അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേവിയോട് ഇപ്പൊ അമ്മ എന്തൊക്കെയാ പറഞ്ഞേ? ഓ, നിനക്ക് എപ്പോഴും നിന്റെ കൊച്ച്, നിന്റെ മക്കള്, നിന്റെ പെണ്ണ്, അതിന് എനിക്ക് എവിടെയാടാ ഒരു സ്ഥാനമുള്ളേ? ഞാൻ ഇവിടെ എങ്ങാനും കഴിഞ്ഞു കൂടി പൊക്കോളാം.